ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 19-ാം ഞായർ. നമ്മൾ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ പഠിച്ച് നമ്മൾ മുന്നേറുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിതത്തിൽ ത്യജിക്കേണ്ട 3 കാര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ പുൽകേണ്ട 3 കാര്യങ്ങൾ ഇന്നത്തെ വായനകൾ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ഏലിയാ പ്രവാചകൻ ഭയപ്പെട്ട് ഓടുക. കാരണം ജെസബേൽ രാജ്ഞി അദ്ദേഹത്തെ കൊല്ലും എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം കർമ്മല മലയിൽ വെച്ച് ബാൽ ദേവൻ്റെ പുരോഹിതന്മാർ 450 പേരാ, അവർക്കെതിരെ ഏലിയ പ്രവാചകൻ ഒറ്റയ്ക്ക് നിന്നു. അവരുടെ ദൈവം തെറ്റായ ദൈവമാണ്, യഥാർത്ഥ ദൈവമല്ല എന്ന് തെളിയിച്ചു. യഹോവയാണ് യഥാർത്ഥ ദൈവമെന്ന് ഏലിയ പ്രവാചകൻ അവിടെ തെളിയിച്ചു. അപ്പോഴേക്കും അവിടെ ആ ബാൽ ദേവൻ്റെ പുരോഹിതന്മാരെല്ലാം കൊല്ലപ്പെടുക. ഇതറിഞ്ഞ ജെസബേൽ രാജ്ഞി ഇതിന് കാരണക്കാരനായ ഏലിയായെ കൊല്ലും, 24 മണിക്കൂറിനകം നിന്നെ ഞാൻ കൊല്ലുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി. അപ്പോഴേക്കും അദ്ദേഹത്തിന് പേടി വന്നു, ഭയപ്പെട്ടു. അദ്ദേഹം ഓടി ഒരു മരത്തിൻ്റെ തണലിൽ കിടന്ന് അദ്ദേഹം ഉറങ്ങി. അവിടെ കിടന്ന് അദ്ദേഹം പറയുകയാണ്, ഞാനങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. ആ രീതിയിൽ ഒരു വിധത്തിലൊരു ഡിപ്രഷൻ്റെ അനുഭവത്തിലേക്ക് അദ്ദേഹം കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവം മാലാഖയെ അയച്ച് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. മാലാഖ കൊടുത്ത ഭക്ഷണത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ഹോറവ് മല, ഏകദേശം 500 മൈൽ അകലെയുള്ള ഹോറവ് മല വരെ 40 ദിവസം കൊണ്ട് 40 രാവ് കൊണ്ട് അദ്ദേഹം നടന്ന് അവിടെ എത്തി എന്ന് പറയുകയാണ്. ദൈവം നമ്മുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധാലുവാണ്. ജീവിതത്തിൽ എന്തു വന്നാലും അവിടെ നമ്മൾ ഡിപ്രഷന് അടിമപ്പെടേണ്ട, നമ്മൾ നിരാശയ്ക്ക് അടിപ്പെടേണ്ട. പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നാലും, എന്തെല്ലാം പ്രശ്നം വന്നാലും പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മളെ താങ്ങാൻ, നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. തൻ്റെ മാലാഖമാരെ അയച്ച് അവിടുന്ന് നമുക്ക് ഭക്ഷണം തരും, അവിടുന്ന് നമ്മളെ പരിപാലിക്കും, സംരക്ഷിക്കും, അനുഗ്രഹിക്കും. ആ വലിയ ഉറപ്പാണ് ഏലിയാ പ്രവാചകൻ്റെ അനുഭവത്തിലൂടെ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് ഏകുക. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ത്യജിക്കേണ്ട 1-ാമത്തെ കാര്യം ഈ നിരാശപ്പെടുന്ന മനോഭാവമാണ്. തൻ്റെ ജീവിതത്തെ ഒന്ന് പഴിച്ച് എനിക്കങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവമാണ്. പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറിപ്പോകേണ്ടവരല്ല, പരാജയ ഭീതിയോടെ നിലകൊള്ളേണ്ടവരല്ല നമ്മൾ. ആ പരാജയ ഭീതിയെ നമ്മൾ വിട്ട് കളയണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിതത്തിൽ ത്യജിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മറ്റുള്ളവർക്കെതിരെയുള്ള ചിന്താഗതി എല്ലാം അങ്ങോട്ട് മാറ്റണം, വിരോധങ്ങൾ അകറ്റണം, പ്രതികാര ചിന്തയെ അകറ്റണം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതി ഉപേക്ഷിക്കണം. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റായ മനോഭാവങ്ങളും തെറ്റായ വികാരങ്ങളും എല്ലാം ത്യജിച്ചുകൊണ്ട് വേണം നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ, കർത്താവിനെ അനുകരിച്ച് മുന്നേറാൻ. അപ്പോഴാണ് നമുക്ക് സാധിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെ കൊച്ചാക്കുന്ന ചിന്താഗതി നമുക്ക് മാറ്റണം. ദൈവപുത്രനായ ഈശോ മിശിഹായായി കടന്നു വരുമ്പോൾ ആ മിശിഹായെ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്നുള്ള രീതിയിൽ കാണുന്നതിന് പകരം ഭൂമിയിൽ നിന്നുള്ളവൻ എന്ന രീതിയിൽ മാത്രം കണ്ട് നമ്മുടെ കൂടെയുള്ള അച്ഛനല്ലേ അവൻ, അല്ലെങ്കിൽ അവൻ പാവപ്പെട്ട വീട്ടിലെ ഒരാളല്ലേ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ കൊച്ചാക്കുന്ന ഒരു മനോഭാവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട. ഒരു ക്രിസ്തു ശിഷ്യൻ മറ്റുള്ളവരിലെ മഹത്വം ദർശിക്കേണ്ടവനാണ്. ഈശോയെ ഒരു വിധത്തിൽ തൻ്റെ നാഥനും കർത്താവുമായി കാണേണ്ടവനാണ്. ഇപ്പോൾ ഈശോയിലെ ദൈവികതയെ ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗീയമായ ചിന്തയാൽ, ദൈവികമായ ചിന്തയാൽ, ആ കാഴ്ചപ്പാടോടെ എല്ലാം നോക്കി കാണുന്നവനാണ് ഒരു ക്രിസ്തു ശിഷ്യൻ. നമ്മുടെ ക്രൈസ്തവ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ പുൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുൽകേണ്ട 1-ാമത്തെ കാര്യം എന്താ? കർത്താവ് തരുന്ന ഭക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട്, കർത്താവ് തരുന്ന ആ കർത്താവിനെ ദർശിക്കാൻ സാധിക്കുന്ന മലയിലേക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ പ്രതീക്ഷയോടുകൂടി, പ്രിയപ്പെട്ടവരെ പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്കൊക്കെ സാധിക്കണമെന്ന് 1-ാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുക.
നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി നിങ്ങൾ മാറണം. ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് കരുണ നിറഞ്ഞവരായി, ദയ നിറഞ്ഞവരായി, ക്ഷമിക്കുന്നവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് അവിടെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈശോയാകുന്ന ജീവൻ്റെ അപ്പത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ, ഈശോ നമ്മിൽ ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാൻ സാധിക്കുമ്പോൾ, നമുക്ക് ഈശോയിൽ വസിക്കുവാനും ഈശോയുടെ മനോഭാവത്തോടെ, ഈശോയുടെ പെരുമാറ്റത്തോടെ, ഈശോയുടെ ബന്ധങ്ങളോടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കും. രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴോ ഈശോയെ ജീവൻ്റെ അപ്പമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലുള്ള വിശപ്പും ദാഹവും ശരീരത്തിൻ്റെ മാത്രമല്ല, നമ്മൾ ശരീരത്തിൻ്റെ കാര്യത്തിൽ മാത്രം മുഴുകേണ്ടവരല്ല, പിന്നെയോ നമ്മുടെ ആത്മീയതയെ നമ്മൾ തേടേണ്ടവരാണ്. നമുക്ക് രൂപത്തിൽ കർത്താവിനെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കണം. ഇന്നത്തെ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ 34-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുന്ന പോലെ നിങ്ങൾ ദൈവത്തെ രുചിച്ചറിയണമെന്ന് അവിടെ പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുക, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ നിങ്ങൾക്കാർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല, എൻ്റെ അടുത്തേക്ക് വരാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ എപ്പോഴും പിതാവിൻ്റെ ആകർഷണ വലയത്തിൽ നിരന്തരം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ആകർഷണ വലയത്തിന് പുറത്തേക്ക് പോകുമ്പോഴാണ് സാത്താൻ നമ്മെ റാഞ്ചിക്കൊണ്ട് പോവുക, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുക. നേരെമറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിരന്തരം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ ജീവൻ്റെ അപ്പത്തെ ഉൾക്കൊള്ളുവാനും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരായി മാറാനും ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാനും നമുക്കൊക്കെ സാധിക്കും. രൂപത്തിൽ പ്രിയപ്പെട്ടവരെ ദിവ്യ കുർബാനയെക്കുറിച്ചുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട അധ്യായമാണ് 6-ാമത്തെ അധ്യായം. ആ അധ്യായത്തിൽ നിന്ന് നമ്മൾ 3-ാമത്തെ ഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടത്. അവിടെയും ഈശോ എടുത്തു പറയുകയാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് നിങ്ങൾക്ക് നിത്യജീവനേകുവാൻ കടന്നു വന്ന ജീവൻ്റെ അപ്പമാണ് ഞാൻ. എന്നെ ഭക്ഷിക്കുന്നവൻ എന്നും ജീവിക്കും, അവന് ശരിക്കും നല്ല സംതൃപ്തി ഉണ്ടാകും എന്ന് ഈശോ ഉറപ്പ് തരിക. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ ശരീരം അതാണ് ഞാൻ, എന്നിലെ ജീവൻ്റെ അപ്പം, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് അപ്പമായി തരുക. നിങ്ങൾ എന്നെ ഭുജിക്കണം, നിങ്ങൾ എന്നെ കുടിക്കണം, നിങ്ങൾ എന്നെ ഉൾക്കൊള്ളണം, എന്നെക്കൊണ്ട് നിങ്ങൾ നിറയണം. അങ്ങനെ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാകുന്ന ഒരു അനുഭവത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കടന്നു വരണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധപ്പെടാൻ നമുക്ക് നിരന്തരം ശ്രദ്ധിക്കാം. ഓരോ ദിവസവും നമ്മൾ ആഹാരം കഴിക്കണമല്ലോ, അതേപോലെ നിരന്തരം ദിവ്യബലിയിൽ പങ്കുചേർന്നുകൊണ്ട് ഈശോയേകുന്ന ജീവൻ്റെ അപ്പം നിരന്തരം ഉൾക്കൊള്ളുവാനും അതിലൂടെ സംതൃപ്തമായൊരു ജീവിതം, സ്നേഹം നിറഞ്ഞ ഒരു ജീവിതം, കൃപ നിറഞ്ഞ ഒരു ജീവിതം, നന്മ നിറഞ്ഞ ഒരു ജീവിതം, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന ജീവിതം ജീവിക്കുവാൻ നമുക്കൊക്കെ തയ്യാറാകാം. എപ്പോഴും നമുക്ക് ബോധപ്പെടാം, ഞാൻ എൻ്റെ പിതാവിൻ്റെ ആകർഷണ വലയത്തിലാണ്, ഞാൻ അവിടുത്തെ മകനാണ്, മകളാണ്. അതേപോലെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞിരിക്കുന്നു, അവിടുത്തെ ചൈതന്യം എന്നിൽ നിറഞ്ഞിരിക്കുന്നു. നമുക്ക് ബോധപ്പെടാം, ആ പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്യപ്പെട്ടവരാണ്, അങ്ങനെ സ്വർഗത്തിൻ്റെ പൗരരാണ് നാം എന്ന ബോധത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ജീവൻ്റെ അപ്പമായ ഈശോയെ നമുക്ക് ഉൾക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയിൽ ദൈവത്തെ കാണാം, ഈശോയുടെ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാം, ഈശോയുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആകർഷണം അനുഭവിക്കാം. ഈശോയെ നമുക്ക് സ്പർശിച്ചുകൊണ്ട് അവിടുത്തെ ശക്തിയാൽ നിറയപ്പെടാം. അവിടുത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവികരായി ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധ വയ്ക്കാം. ദൈവപുത്രനെ നാം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ദൈവമക്കളായി ജീവിക്കുക. ഈശോയിലേക്ക് നിരന്തരം വളരേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. ഈശോയെ നിരന്തരം അനുകരിച്ച് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈശോയിൽ നിരന്തരം പഠിച്ച് വിജ്ഞാനത്താൽ നിറഞ്ഞ് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈശോയേകുന്ന സന്തോഷവും സമാധാനവും സ്നേഹവും കൃപയും അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. നമ്മിലൂടെ മറ്റുള്ളവർ ഈശോയെ കാണട്ടെ, ഈശോയിലേക്ക് ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. നമ്മിലൂടെ മറ്റുള്ളവർ ഈശോയുടെ സ്വരം ശ്രവിക്കട്ടെ, ഈശോയുടെ സ്നേഹം നുകരട്ടെ, ഈശോയെന്ന സന്തോഷത്താലും സമാധാനത്താലും നിറയട്ടെ. അങ്ങനെ നല്ല ക്രിസ്തു ശിഷ്യരായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദിവ്യ കുർബാന നിരന്തരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്താൽ പരിപോഷിതരാകാം.
ദൈവാനുഗ്രഹം ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.